നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ ബികോം 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജെസ്ലിയ ജോൺസൺ കാറിടിച്ച് മരണപ്പെട്ടു. അത് വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അത് വണ്ടി ഓടിച്ചിരുന്ന ഡോക്ടർ സിറിയക് ജോർജ്, സിറിയക്കിന്റെ പിതാവ് ജോർജും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോഴും ഡോക്ടർ സിറിയക് ജോർജ് ആലുവ സബ് ജയിലിൽ 14 ദിവസത്തേക്ക് റിമാൻഡിൽ കഴിയുകയാണ്. പിതാവ് ജോർജിന് അങ്കമാലി കോടതി അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തു. മകനെ ഒളിവിൽ പാർക്കാൻ സഹായിച്ചു എന്ന കുറ്റമേ ഉള്ളൂ. അതങ്ങനെ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ്. ഇവിടെ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഈ സംഭവങ്ങൾ ആഘോഷിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ഇടാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ചില സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ. ആർക്കും അപകടങ്ങൾ ഉണ്ടാകാം, വിക്ടിമാകാം, വണ്ടി ഓടിക്കുന്ന ആളാകാം. ഇവിടെ ഈ അപകടം ഉണ്ടായത് അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിന് അടുത്ത് വെച്ചുള്ള റോഡിന്റെ ആലുവയ്ക്ക് പോകുമ്പോൾ ഇടത്ത് സൈഡിലാണ്. അത് രാത്രിയിലായിരുന്നു. ഒരിക്കലും അശ്രദ്ധമായി അങ്ങനെ റോഡിലൂടെ വണ്ടി ഓടിച്ച ഒരു ഡോക്ടർ ഒരു ജീവൻ എടുക്കാൻ ഇടവരുത്താൻ പാടില്ലായിരുന്നു. ഇനി അതിൽ അശ്രദ്ധയുണ്ടോ, ആ ഡോക്ടർ മദ്യപിച്ചിരുന്നോ, മയക്കുമരുന്നിന് അടിമയായിരുന്നോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം വണ്ടി നിർത്താതെ അവിടെ നിന്ന് ഒളിച്ചോടി. അതാണല്ലോ ഏറ്റവും വലിയ അപരാധം എന്ന് നാം പറയുന്നത്. ഒരു അപകടമുണ്ടായാൽ പലരും ചെയ്യാറുള്ള ഒരു രീതിയാണ് അവിടെ നിർത്താതെ വണ്ടി ഓടിച്ചു പോകുക എന്നത്. കാരണം ജീവനിൽ പേടിയുണ്ടാകല്ലോ. ഇങ്ങനെ ഒരു അപകട സ്ഥലത്ത് അപകടമുണ്ടാക്കിയ ആളുകളെ ചിലപ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യും. മനുഷ്യ സഹജമാണ് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഭയം. അങ്ങനെ ഡോക്ടർ സിറിയക് അവിടെ നിന്ന് പോയതുകൊണ്ട്, അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഇദ്ദേഹം ഒരു വലിയ ക്രൂരനായി വിശേഷിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ചെയ്തത് ഇവിടെ നിന്നും പോയിട്ട് ഒളിവിൽ കഴിഞ്ഞു. അദ്ദേഹം കോട്ടയത്ത് ജില്ലാ കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു. എന്നിട്ട് വാഗമണ്ണിൽ താമസിക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മുൻകൂർ ജാമ്യത്തിന് ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്താൽ, ജില്ലാ സെഷൻസ് കോടതിയിൽ കൊടുത്താൽ, അങ്ങനെ കേസ് നിലവിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമോ? അറസ്റ്റ് ചെയ്യാം. കോടതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന താൽക്കാലികമായ ഒരു ഉത്തരവ് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അങ്കമാലി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വലിയ ഒരു പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ അങ്കമാലി പോലീസ് ഇതിൽ വലിയ കൃത്രിമം നടത്തുന്നു, അറസ്റ്റ് കാണിക്കുന്നു എന്ന രീതിയിൽ വലിയ ഒരു പ്രക്ഷോഭം അങ്കമാലിയിൽ നടക്കുകയുണ്ടായി. ഈ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ആയിട്ടുള്ള വിവിധ പ്രസ്ഥാനങ്ങൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ അകത്തേക്ക് നടത്തിയ ജാഥകളും മുദ്രാവാക്യം വിളിയും. അതിൽ പലരും അവിടെ ഷോ ഓഫ് കാണിച്ചത് എന്റെ സുഹൃത്തുക്കൾ അതിനകത്ത് ധാരാളമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് വന്ന് അവിടെ പോലീസുകാരെ മുഴുവൻ കാഴ്ചക്കാരായി നിർത്തി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അത് ഭൂഷണമല്ല. നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കുന്നത് ഇവിടെ ഒരു പോലീസ് സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അങ്കമാലി വെടിവെപ്പ് ഉണ്ടായത് അങ്കമാലി ഇന്നത്തെ പോലീസ് സ്റ്റേഷന് അല്പം ഒരു 25 മീറ്റർ ദൂരെ വെച്ച് അങ്കമാലിയിലെ വിമോചന സമരക്കാര് ജാഥയായിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തപ്പോഴാണ്. പോലീസ് അവിടെ കയറുകെട്ടി തടഞ്ഞു. എന്നിട്ടും അക്രമാസക്തമായി ജനക്കൂട്ടം മാറിയപ്പോഴാണ് വെടിവെച്ചാണ് 7 രക്തസാക്ഷികൾ അങ്കമാലിയിൽ വിമോചന സമരത്തിൽ ഉണ്ടായത്. ആ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജാഥ നടത്തി പോലീസ് സ്റ്റേഷൻ അകത്തിയെന്ന് പോലീസുകാരെല്ലാം കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ദയനീയമായ ദൃശ്യം. അവിടെ CPM ഭരണകക്ഷിയായ CPMന്റെ പ്രവർത്തകർ മാത്രം പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന് വെളിയിൽ നിന്നു സമരം നടത്തി എന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തായാലും പോലീസ് ഇതിനെ കക്ഷി നോക്കാതെ തന്നെ പോലീസ് സ്റ്റേഷനകത്തേക്ക് ഒരു സമരക്കാരെയും കടത്തിവിടുന്നത് അത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നിസ്സഹായരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും പോലീസുകാരും ഒക്കെ നിസ്സഹായരായി ഇവരുടെ ആഘോഷം കണ്ട് നിൽക്കുന്ന കാഴ്ച അത് നിയമവാഴ്ചയ്ക്ക്, ഈ രാജ്യത്ത് പോലീസും കോടതിയും ഒക്കെ ഉള്ളത് നിയമവാഴ്ച നിലനിൽക്കാനാണ്. അതിനെ മാനിക്കാൻ ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകണം. ഈ സമരക്കാരെ പോലീസ് സ്റ്റേഷന് വെളിയിലേക്ക് പ്രവേശിച്ച പോലീസിന്റെ നടപടി തെറ്റാണ് എന്ന് ഞാൻ പറയും. ഒരുപക്ഷെ അതിന് മുകളിൽ നിന്നുള്ള അധികാരികൾ ഒരുപക്ഷെ അതിന് മൗന അനുവാദം കൊടുത്തു കാണാം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം സർക്കിൾ ഇൻസ്പെക്ടർ രമേഷും മറ്റും നിസ്സഹായരായിട്ട് അവിടെ നിന്നത്. എന്തായാലും ഇങ്ങനെ ഈ അപകടത്തിന് കാരണക്കാരനായ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. ഇനി എന്ത് നടക്കും? നമ്മുടെ രാജ്യത്തെ നിയമ സംഹിതയനുസരിച്ച്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഈ അപകടത്തിന് ഉത്തരവാദികളായ അവർക്ക് അവരുടെ പേരിൽ ഈ നരഹത്യക്ക് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് കുറ്റമായിട്ടുണ്ടായിരുന്നത്. അത് എല്ലാം കേസ് തെളിഞ്ഞാൽ. എന്നാൽ ഇപ്പോൾ അത് ഭാരതീയ ന്യായ സംഹിതയായിട്ട് മാറിയപ്പോൾ 5 മുതൽ 10 വരെ വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ മനഃപൂർവമായ ഈ നരഹത്യയാണ് അത് എന്ന് കോടതിയിൽ തെളിയിച്ചാൽ മാത്രമേ ഈ പ്രതിക്ക് ശിക്ഷ കിട്ടുകയുള്ളൂ. അത് അപൂർവത്തിൽ അപൂർവമായിട്ട് മാത്രം
മാത്രമേ തെളിയിക്കപ്പെടാറുള്ളൂ. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ശിക്ഷ എന്ന് പറയുന്നത് ഡോക്ടർ സിറിയക്കിനും പിതാവിനും ഒക്കെ കിട്ടിയിരിക്കുന്ന ശിക്ഷ പോലീസ് കസ്റ്റഡിയിലായി, റിമാൻഡിലായി, മകൻ ഇതൊക്കെയാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ ആളുകൾ കാറും സ്കൂട്ടറും തമ്മിൽ ഇടിച്ചാൽ സ്കൂട്ടറുകാരന്റെ ഭാഗത്ത് ചേരുകയും കാറുകാരനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിൽ കാറുകാരൻ അടി കൊള്ളാതെ ഓടി രക്ഷപ്പെട്ടു എന്നേ ഇവിടെ ഉള്ളൂ. അല്ലാതെ ഡോക്ടർ സിറിയക് വിശേഷിപ്പിക്കുന്ന പോലെ അദ്ദേഹം മദ്യത്തിലോ മയക്കുമരുന്നിലോ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം. ഇനി അത് തെളിയിക്കാനും ആവില്ല. കാരണം ഇനി ഒരു മെഡിക്കൽ പരിശോധനയിൽ തെളിയിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബുദ്ധിമാനായ ഡോക്ടറും അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശം കൊടുത്ത വക്കീലന്മാരും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സത്യം ക്രൂശിക്കപ്പെടുന്ന അനുഭവമാണ് ഉള്ളത്. എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞ് നിർത്താം. ഇതുപോലെ ഒരു സന്ധ്യയിൽ എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു സ്കൂട്ടർ ഏതോ ഒരു കടന്നുപോയ ഒരു ടെമ്പോ ആണെന്ന് പറയുന്ന ഒരു വാഹനം ഇടിച്ച് സ്കൂട്ടറുകാരൻ മരിച്ചു വീഴും. ശബ്ദം കേട്ട് ഞാൻ ചെല്ലുമ്പോൾ ആള് മരിച്ച അവസ്ഥയിലാണ് എങ്കിൽ പോലും ഞാൻ എൻ്റെ കാർ എടുത്ത്, ആളുകൾ പറഞ്ഞതുകൊണ്ട് കാർ എടുത്ത് ആളെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഗേറ്റ് കടക്കാൻ വന്നു. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം നാട്ടിൽ കേൾക്കുന്നത് വക്കീലിന്റെ കാർ വീട്ടിലേക്ക് തിരിയുമ്പോഴാണ് അപകടം ഉണ്ടായത് എന്ന്. ഞാൻ ഈ വിവരം കേട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ തന്ന അന്നത്തെ SI യോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ 2 പേര് വന്ന് സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കാറ് പുറത്തേക്ക് എടുക്കുക പോലും ചെയ്തില്ല. എന്നെ ഒരു കള്ളക്കേസിൽ പ്രതിയാക്കിയിട്ട് ഈ വാഹനം കിട്ടാത്തത് കൊണ്ട്, ടെമ്പോ കിട്ടാത്തത് കൊണ്ട് ഇൻഷുറൻസ് അടിച്ചെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു വക്കീലായ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഞാൻ നേരെ ആലുവ റൂറൽ SP ചെന്ന് കണ്ട് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ഫോറൻസിക് ടീമിനെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. എന്റെ കാറും കൊണ്ടുവന്നു. ഈ അപകടമുണ്ടാക്കിയ ബൈക്കും എന്റെ കാറും നോക്കിയിട്ട് എന്റെ കാർ അപകടത്തിൽ പെട്ടതല്ല എന്ന് തിരിച്ചറിഞ്ഞ് അന്നത്തെ ആ പോലീസ് ഓഫീസർക്ക് നല്ല പണി കിട്ടി എന്നാണ് ഞാൻ അറിയുന്നത്. ഇതാണ് ഈ പറയുന്ന ഒരു അപകടമുണ്ടാകുമ്പോൾ അവിടെ പാഞ്ഞെത്തുന്ന ഇൻഷുറൻസ് കേസ് നടത്താൻ വേണ്ടി പാഞ്ഞെത്തുന്ന ചില വക്കീലന്മാരും, ഇനി അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഏജന്റുമാരും, ഇനി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും, കറപ്റ്റഡ് ആയിട്ടുള്ളവര്. എവിടെയൊക്കെ സത്യം ക്രൂശിക്കപ്പെടും. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ എനിക്ക് തോന്നി ഇനി ഞാൻ ഒരു അപകടവും ഉണ്ടാൽ അടുത്തു പോകരുത്. പക്ഷെ അങ്ങനെ എനിക്ക് പറ്റില്ല. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഡോക്ടറെ പോലെ അങ്ങനെ ഒളിച്ചോടേണ്ട ആവശ്യം നമുക്കില്ല. അപകടം കണ്ടാൽ ഇനിയും അപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കാൻ എനിക്ക് പറ്റുന്നു ഞാൻ ചെയ്യും. പക്ഷെ പലരും നിരാശപ്പെടുന്നത് കള്ളക്കേസുകളിൽ കുടുങ്ങുമ്പോഴാണ്. അതിന് പോലീസ് ഒരിക്കലും അതിന് കൂട്ടുനിൽക്കരുത്. നന്ദി, നമസ്കാരം.